ഈ ഗ്യാസിൻ്റെ പ്രശ്നം വന്നേ പിന്നില്ലേ ഞാൻ അങ്ങോട്ട് ചിക്കൻ കറി ഒഴിവാക്കിയിട്ടാ. വേറെ ഒന്നുമില്ല, ചിക്കൻ കറി അങ്ങനെ വലിയതായിട്ടൊന്നും അങ്ങനെ പോവുകയൊന്നുമില്ല. കൂടുതൽ പോണത് നമ്മുടെ ബീഫ് കറിയാണ്. അപ്പം ഇന്നു മുതൽ ഞാൻ ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയിട്ടാ. അപ്പം നല്ല പൊരിച്ച കോഴീനെ വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്, നല്ല തിക്ക് ഗ്രേവിയിൽ. അപ്പം ഞാനേ അതിയപ്പുറത്തെ ചിക്കനൊന്നും ഞാൻ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. ഒരു 2 ചിക്കൻ അയക്കാനോട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയുടെ കളർ എന്താണ് ഇങ്ങനെ വന്നേക്കണമെന്ന് അറിയില്ല വീഡിയോയിൽ. എല്ലാവരും മല്ലിപ്പൊടിയാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലയും കുരുമുളക് പൊടി കേട്ടോ. വേറെ ഒന്നും ഞാനിത് ചേർക്കില്ല, കാരണം ഇത് വറുത്ത് കഴിയുമ്പോഴേ ഈ നമ്മുടെ ഉരുളിയിലൊക്കെ ഇല്ലേ അടി പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഇത്ര മസാലയിൽ മാത്രം ഞാൻ വറുക്കണുള്ളൂ. പിന്നെ ഞാനിത് കുഴച്ചിട്ട് കുറേ നേരം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല കേട്ടോ, കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ. അതിന് ശേഷം ഉരുളി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്. ഇവിടെ നല്ല മഴയും ഇടിവെട്ടാണ്, അതുകൊണ്ടിട്ട് ഇടക്കിടക്കൊക്കെ എരമ്പലും ഇടിവെട്ടൊക്കെ കേൾക്കാൻ പറ്റും വീഡിയോയിൽ. അങ്ങനെ ഞാൻ എണ്ണ കാഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കൂട്ടന്മാരെയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് തൂക്കി കൊടുത്ത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ രീതിയിലൊരു ഫ്രൈ ആക്കൽ അത്രയും മതി കേട്ടോ. പിന്നെ ഞാൻ ബാക്കി വന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനേ ഈ എണ്ണയിലോട്ട് തന്നെ സവാള ഇട്ട് വഴറ്റാൻ പോണേണ്. ഞാനൊരു 7 സവാള എടുത്തിട്ടുണ്ട്. 7 സവാളയെന്ന് പറയുമ്പോൾ അത്ര വലിയതോ അല്ല അത്ര ചെറുതോ അല്ല, മീഡിയം സൈസ് സവാളയാണ് എടുത്തേക്കണത്. ഇനി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വഴറ്റിട്ടൊന്ന് ഏതോ കാരണന്മാരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ആ പാത പിന്തുടരാലോ എന്ന് വിചാരിച്ച്. പിന്നെ ഞാനിത് നന്നായിട്ട് ഇതേപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി എന്തൊക്കെയാണ് പറയണത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് പച്ചമുളകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി കൂട്ടി എടുത്തിട്ടാ. ഇനി ഇതിന് ശേഷം നമ്മളിതിലേക്ക് ചിക്കൻ മസാലയും അതേപോലെ തന്നെ പിന്നെ മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതായത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടാ. എന്നിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 4 തക്കാളി അങ്ങോട്ട് അരച്ചിട്ട് അതും അങ്ങോട്ട് കലക്കയിലോട്ട് ഒഴിച്ചു കൊടുത്ത് മസാലയൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടാനുണ്ട്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടി. ഞാൻ വറുത്തച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്തു. എൻ്റെ എണ്ണ ഇച്ചിരി കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഞാൻ ഓർത്തേ കിടക്കട്ടെ, ഇന്നത്തേക്ക് അങ്ങോട്ട് ക്ഷമിച്ചേക്ക്, എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെച്ചാൽ വേറെ ഒന്നിനും ഇത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ്. പിന്നെ ടേസ്റ്റ് കൂട്ടാൻ ഒരു ഇച്ചിരി കുളം പഞ്ചസാര അതും പറഞ്ഞിട്ടും പായസത്തിൽ ഇടണ പോലെ ഇട്ടേക്കലേട്ടാ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കണം, അതേപോലെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.